കഥ തുടങ്ങുമ്പോൾ രഘുവും നരനും കാട്ടിന്റെ അകത്ത് നാഗത്തിനെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. നാഗത്തിനെ പിടിച്ച് അതിന്റെ വിഷം എടുത്തതിന് ശേഷം അവർ ആ നാഗങ്ങളെ വിൽക്കും. അതാണ് അവരുടെ ജോലി. ആര് വലിയ നാഗത്തിനെ പിടിക്കുമെന്ന് പറഞ്ഞ് രണ്ടുപേരും മത്സരിച്ചാണ് നാഗത്തിനെ അന്വേഷിച്ച് നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ രഘു നീളമുള്ള നാഗത്തിന്റെ വാല് കാണുന്നു. ആ ഭാഗത്തേക്ക് രഘു പോകുമ്പോൾ അവിടെ പകുതി നാഗവും പകുതി മനുഷ്യനുമായ ഒരു രൂപം നരനെ കൊല്ലുന്നതാണ് കാണുന്നത്. അത് ഒരു ഇച്ഛാധാരി നാഗമായിരുന്നു. അത് കണ്ട് പേടിച്ച രഘു അവിടെ നിന്ന് ഗ്രാമത്തിലേക്ക് ഓടിപ്പോവുകയാണ്. ശേഷം രഘു ഗ്രാമത്തിലുള്ളവരോടും പ്രസിഡന്റിനോടും കണ്ട എല്ലാ കാര്യങ്ങളും പറയുകയാണ്. രഘു പറഞ്ഞതൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ആ സമയം അവിടെ നരന്റെ ഡെഡ് ബോഡി കൊണ്ടുവരികയാണ്. നരന്റെ ഡെഡ് ബോഡി കാണുന്ന എല്ലാവരും ഒരു നാഗത്തിന് ഇങ്ങനെ കൊല്ലാൻ കഴിയുമോ എന്ന് ഡൗട്ട് തോന്നി നിൽക്കുകയാണ്. കാരണം നരന്റെ ശരീരം മുഴുവൻ നീല നിറത്തിലായിരുന്നു. ശേഷം അവിടെ നിന്ന് നരനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് മറഞ്ഞു നിന്ന് അതെല്ലാം കാണുന്ന രുക്മിണി വളരെ സന്തോഷത്തോടെ എല്ലാവരും ഇതുപോലെ മരിക്കുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത സീനിൽ ആ ഗ്രാമത്തിലെ തന്നെ രാഘവിന്റെ വീട്ടിൽ ആ ഇച്ഛാധാരി നാഗം വരികയാണ്. തുടർന്ന് ആ നാഗം അയാളുടെ വായിലേക്ക് ഒരു നാഗത്തെ വിടുകയാണ്. ശേഷം ഇച്ഛാധാരി നാഗം അവിടെ നിന്ന് പോകുന്നു. ആ സമയം രാഘവിന് ബുദ്ധിമുട്ട് പോലെ തോന്നുകയും വെപ്രാളപ്പെടുന്നതും കണ്ട് പേടിച്ച് അയാളുടെ വൈഫും കുട്ടിയും നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ വായിൽ നിന്നും കുറെ നാഗങ്ങൾ പുറത്തു പോവുകയും അയാൾ മരിക്കുകയും അയാളുടെ ശരീരത്തിന്റെ നിറം മാറുകയും ചെയ്യുന്നു. ആ സമയം അവിടെ ഇച്ഛാധാരി നാഗത്തെ കണ്ട് അവർ രണ്ടുപേരും പേടിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും രാഘവന്റെ മരണ വാർത്ത അറിഞ്ഞ് ഒരു ഭാവിയുടെ അടുത്ത് പോകുന്നു. ബാബ തന്റെ ജ്ഞാനദൃഷ്ടിയിലൂടെ നോക്കിയിട്ട് അതൊരു പൂർണ്ണമായി ഇച്ഛാധാരി നാഗമാകാൻ കഴിയാത്ത ഒരു നാഗമാണെന്നും ആ നാഗം ഇവിടെ വന്നത് ഏതോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണെന്നും പറയുകയാണ്. തുടർന്ന് അവർ രാഘവിന്റെ വൈഫിനെ കാണാൻ പോകുന്നു. രാഘവിന്റെ വൈഫ് നടന്ന സംഭവം എല്ലാം പറയുമ്പോൾ അത് കേട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ്. അടുത്ത സീനിൽ ഗ്രാമത്തിലുള്ള രണ്ടുപേർ നാഗത്തിനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടുകയാണ്. അവര് രണ്ടുപേരെയും ഇച്ഛാധാരി നാഗം കൊല്ലുകയാണ്. അതറിയുന്ന ബാബ പൂജ ചെയ്യുകയാണ്. എന്നിട്ട് പൂജയുടെ അവസാനം എല്ലാവരോടും അവിടെ നിന്നും പുറത്തു പോകരുതെന്ന് പറഞ്ഞിട്ട് ബാബ രഘുവിന്റെ കൂടെ അവിടെ നിന്നും പോവുകയാണ്. ഒരു കളം വരച്ച് പ്രസിഡന്റിനെയും കൂടെയുള്ള ആളിനെയും അതിന്റെ അകത്ത് നിർത്തിയിട്ടാണ് ബാബ പോകുന്നത്. അവർ രണ്ടുപേരും പേടിച്ചു നിൽക്കുകയാണ്. ആ സമയം അവരുടെ മുമ്പിൽ ഇച്ഛാധാരി നാഗം വരികയാണ്. ആ നാഗത്തിന് കളത്തിന്റെ അകത്ത് കയറാൻ കഴിയാതെ നിൽക്കുന്ന സമയം അവിടേക്ക് രുക്മിണി വരുന്നു. രുക്മിണി സുരക്ഷാ ചക്രം മാറ്റാൻ തുടങ്ങുന്ന സമയം അത് തടഞ്ഞുകൊണ്ട് അവിടെ ബാബ വരുന്നു. ബാബ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന രുക്മിണി പ്രസിഡന്റിനോട് എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ നാഗത്തിനെ വിട്ട് കൊല്ലുമെന്ന് പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന അവർ രുക്മിണിയോട് മാപ്പ് പറഞ്ഞിട്ട് നടന്ന സത്യം പറയുകയാണ്. രുക്മിണിയുടെ ഭർത്താവായ വിക്രം പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് അറിയുന്ന ഇപ്പോഴത്തെ പ്രസിഡന്റ് വിക്രം കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഒരു നാഗത്തിന്റെ വിഷം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് വിക്രം മരിക്കുന്നത്. അതെല്ലാം കേൾക്കുന്ന രുക്മിണി ഇച്ഛാധാരി നാഗത്തിന്റെ നാഗമാണിക്യം മോഷ്ടിച്ച് ആ നാഗത്തിനെ അടിമയാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യിച്ചതെന്നും എനിക്ക് പ്രതികാരം ചെയ്യാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നും പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ബാബ രുക്മിണിയുടെ കയ്യിലിരിക്കുന്ന നാഗമാണിക്യത്തെ ഇച്ഛാധാരി നാഗത്തിന്റെ നെറ്റിയിലേക്ക് എറിയുകയാണ്. അപ്പോൾ ഇച്ഛാധാരി നാഗത്തിന് രുക്മിണിയോട് ദേഷ്യം തോന്നുകയും രുക്മിണിയെ കൊല്ലുകയും ചെയ്യുന്നു. എല്ലാവരും അത് കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. ശേഷം നാഗം അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ബാബ അവരോട് ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് പോലീസിന് കീഴടങ്ങാൻ പറയുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നാഗത്തിനെ തിരിച്ചു വിളിക്കുമെന്നും പറയുന്നത് കേൾക്കുന്ന അവർ രണ്ടുപേരും പേടിച്ച് ബാബ പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പുതിയ കഥയുമായി ഉടൻ വരാമേ. ബൈ.